അച്ഛൻ സ്കൂളിൽ പോവാണേ. നിനക്ക് ബാഗൊന്നും വേണ്ടേ? ഞാൻ ജംഗ്ഷനിൽ നിന്ന് 2 കൂലിക്കാരെ ഇങ്ങോട്ട് വിടാം. അച്ഛൻ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. ഇവന്റെ ഒരു കാര്യം. അല്ലേ വേണ്ട, ഇന്ന് സ്കൂളിൽ NSSന്റെ മരംനടൽ പരിപാടിയാ. അത് തന്നെയാ നല്ലത്. നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതിൽ നല്ലത് മരം പിടിപ്പിക്കലാണെന്ന് അവർക്ക് തോന്നിക്കാണും. ഈ ബുദ്ധി നമ്മുടെ ടീച്ചർമാർക്ക് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ ഇവിടെ ഒരു ചമ്പൽക്കാട് തന്നെ ഉണ്ടായിരുന്നേനെ. മേ ഐ കം ഇൻ സർ? ഇപ്പൊ സമയം എന്തായി? 9 മണിക്ക് എത്തണം അറിയില്ലേ? 9 മണിക്കോ? 9 മണിക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? 9 മണിക്കൊന്നും സംഭവിച്ചില്ല. 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന അറിയില്ലേ? എന്താ ലേറ്റ് ആയത്? അത് പിന്നെ സാറേ, എന്റെ മുത്തശ്ശി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാ. കഴിഞ്ഞ ഓണപ്പരീക്ഷക്ക് നീ നിന്റെ മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞല്ലേ ലീവ് എടുത്തത്? അത് പിന്നെ സാർ, കഴിഞ്ഞ ആഴ്ച എന്റെ മുത്തച്ഛൻ വീണ്ടും കെട്ടി. ഓർക്കുത്തരമല്ലാണ്ട് പറയില്ല. കേറ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കൂ. ടിൻഡു, നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇന്ന് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മരങ്ങൾ മുറിക്കാതെ സംരക്ഷിച്ചാൽ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. മരം നമുക്ക് തണൽ തരുന്നു. പിന്നെ മരം ഉണ്ടെങ്കിൽ മണ്ണൊലിപ്പ് തടയും. അപ്പ സാറേ, ഈ മീശ വെക്കുന്നത് മൂക്കൊലിപ്പ് തടയാനാണ്? ഇവനെ ഇന്ന് ഞാൻ. എടാ, മീശയും മരവുമായിട്ട് എന്ത് ബന്ധമാ? മരം കൊണ്ടുള്ള വേറെ 2 ഗുണങ്ങൾ പറയൂ. മരം മുറിച്ചു വിറ്റാ കാശ് കിട്ടും. പിന്നെ മരം കൊണ്ട് ജനലും വാതിലും ഉണ്ടാക്കാം. മതി ഇരിക്ക്. ഇന്നലെ ഞാൻ എല്ലാവർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? വെരി ഗുഡ്. അപ്പൊ ഒരാള് കുഴി വെട്ടണം, മറ്റേയാൾ മരം നടണം, പിന്നെ 3-മത്തെ ആൾ കുഴി മൂടണം. ഓക്കേ? ഓക്കേ. എന്താ ടിൻഡു ഇത്? കുഴി വെട്ടിക്കഴിഞ്ഞാൽ മരം വെച്ചിട്ട് വേണ്ടേ കുഴി മൂടാൻ? അത് പിന്നെ സാറേ, ചിഞ്ചുവിനെ കുഴി വെട്ടാൻ ഏൽപ്പിച്ചു, സുട്ടുവിനെ മരം വെക്കാൻ ഏൽപ്പിച്ചു, എന്നെ കുഴി മൂടാനും ഏൽപ്പിച്ചു. അതിന് മരം വെക്കാൻ ഏൽപ്പിച്ച സുട്ടു ഇന്ന് ലീവാ. അപ്പൊ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു. അത്രേ ഉള്ളൂ. അളിയ, നിന്റെ ക്ലാസ്സിലെ പെൺപിള്ളേരെല്ലാം പറയുന്നത് നിനക്ക് ഭയങ്കര ജാളിയാണെന്നാണല്ലോ. എപ്പോ നോക്കിയാലും പഠിത്തം മാത്രമാണെന്ന്. അത് ആരും മിണ്ടാൻ വന്നാലും ഞാൻ ഡോണ്ട് ഡിസ്റ്റർബ്, ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയും. അതെന്താടാ, ഒരുത്തിയെ കറക്കിയെടുക്കാൻ പാടില്ലായിരുന്നോ? ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല അളിയ. മലയാളം പറഞ്ഞാലേ 50 രൂപ ഫൈനാ. എവിടെടാ ഹെൽമെറ്റ്? അത് പിന്നെ സാർ, എനിക്ക് ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ വെക്കാത്തത്. ആര് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കില്ലാന്ന്? ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കാൻ പറ്റും. ഓ, എങ്കി ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങണം. എന്റെ മുത്തച്ഛന് തീരെ ചെവി കേൾക്കില്ല. ഒരു ഹെൽമെറ്റ് വെച്ചാ അത് ശരിയാവുമെങ്കിൽ കാശ് എത്രയാ ലാഭം? അഭ്യാസം ഈ ഭാസ്കർ എസ്ഐയോടോ. ഒരു 100 രൂപ വെച്ച് പോടാ. ഓഹോ, ട്രിപ്പിൾ അടിച്ചിട്ടാ അവന്റെ വരവ്. ഒരു 200 രൂപയ്ക്കുള്ള വകുപ്പുണ്ട്. നിർത്ത്. ഓ, ഇപ്പൊ തന്നെ 3 പേരായി. ഇനിയിപ്പൊ അവനെ കൂടെ കേട്ടാനിട്ടാ. ടിൻഡു, നീ ഇതിലെടുത്തോ? നിങ്ങളൊരു സംഭവം അറിഞ്ഞോ? ഞാനിന്നലെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പുലി വന്നു. പുലിയെ കണ്ടത് ഞാൻ ഓടി ഒരു മരത്തിൽ കയറി. അപ്പൊ പുലിയും മരത്തിൽ കയറി. അപ്പൊ ഞാൻ 2-മത്തെ കൊമ്പി കയറി. അപ്പൊ പുലി. ഞാൻ വേഗം 3-മത്തെ കൊമ്പി കയറി. അപ്പൊ പുലി. അല്ല അളിയാ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുവാ, നീയൊക്കെ എന്റെ സൈഡോ അതോ പുലിയുടെ സൈഡോ? പുലി. ഇത് തന്നെ ചോദിക്കാനുള്ളൂ. ഒരു കഥ പറഞ്ഞിങ്ങനെ ഹരം പിടിച്ചു വരുവായിരുന്നു. ഞാൻ കൈ കാണിച്ചാ നീയൊന്നും വണ്ടി നിർത്തില്ല അല്ലടാ. അയ്യോ സാറേ, സാറിനോട് ഇതിൽ കയറാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാ ഞാൻ നിർത്താഞ്ഞത്. എന്തോ സാറിന് കൂടി കേറാൻ? അടിച്ച് നിന്നെ കൊണ്ട് ഞാൻ ലജ്ജാവതി പഠിക്കും. സൈക്കിളിൽ ഒരാളിൽ കൂടുതൽ കേറരുതെന്ന് അറിയില്ലടാ. എന്താടാ കവറില്? ചുമക്കുള്ള മരുന്നാ സാറേ. ടോണിക്കാണോ? ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ടോണിക്കൊന്നുമല്ല, ഇതെന്റെ വല്യമ്മച്ചിക്കാ. പൊയ്ക്കോ. സാറേ, എന്റെ അമ്മച്ചിയുടെ മരുന്ന്. നിന്റെ ഒരു മരുന്ന് വീട്ടിൽ പോടാ. വൈഫിന് ചുമയാണെന്നും മരുന്ന് കൊണ്ടുവരണമെന്നും ഇപ്പം മെസ്സേജ് കിട്ടിയതേ ഉള്ളൂ. അത് കിട്ടി.
ഇവൻ മരുന്ന് വാങ്ങിയില്ലേ? എടാ, നീ ടോണിക് ഒന്നും വാങ്ങിയില്ലേ? ഓഹോ, അപ്പോ ടോണിക്ക് മരുന്ന് വാങ്ങാനായിരുന്നോ എന്നെ രാവിലെ തന്നെ എണീപ്പിച്ച് പറഞ്ഞു വിട്ടത്? ആ കടക്കാരൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഈ ചതി പാടില്ലായിരുന്നു അമ്മേ, പാടില്ലായിരുന്നു. ഇവനെ കൊണ്ട് തോറ്റു. ശനിയാഴ്ചയും സ്കൂൾ ഉണ്ടായാ മതിയായിരുന്നു. വേണ്ടേ, എന്റെ കാലിൽ ചെരുപ്പുണ്ട്. അതിനെന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല. ഇങ്ങ് കേറിപ്പോര്. TNT rocks.